യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി, യേശു ആരാധന. കർത്താവെ, ഇന്നത്തെ ദിവസം അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചതേ ഓർത്ത് നന്ദി പറയുന്നു. ഒരു കാര്യത്തിലും നിനക്ക് കുറവുണ്ടാകുകയില്ല എന്ന് കർത്താവ് പറയുന്നു. കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മുടെ ഓരോ നിമിഷവും കർത്താവാണ് നമുക്ക് തരുന്നത്. അവൻ്റെ ജനം എല്ലായിടത്തും പൂർണ്ണ സംതൃപ്തരായിരിക്കും എന്ന് കർത്താവ് പറയുന്നു. നമ്മൾ സംതൃപ്തരാണോ? അല്ല. നമ്മൾ ഓരോ നിമിഷത്തിലും എനിക്ക് പണം കുറവാണ്, അല്ലെ എനിക്ക് രോഗമാണ്, അല്ലെ എനിക്ക് ജോലി കുറവാണ്, എല്ലാത്തിനും നമുക്ക് പരാതികൾ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പോലും നമ്മൾ സംതൃപ്തരായിരിക്കാറില്ല. എല്ലാത്തിനും കുറവുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ ബൈബിൾ പറയുന്നു, ബൈബിൾ നമ്മുടെ യേശുപ്പനാണ്. യേശുപ്പൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അവിടുത്തെ വചനം നമുക്ക് പൂർണ്ണത നൽകും. അവിടുത്തെ വിശ്വസിക്കുക നിങ്ങൾ. അവിടുത്തെ വിശ്വസിക്കുന്ന ഏവനും ഒരു നിമിഷം പോലും ആ ബൈബിൾ വചനങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ നിമിഷം തൊട്ട് നമ്മുടെ ജീവിതം മാറി മറിയുകയാണ്. നമ്മൾക്ക് എല്ലാത്തിനും സംശയമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, എനിക്കൊന്നും കിട്ടുന്നില്ല. അല്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓരോ നിമിഷവും അങ്ങയുടെ കൂടെ ഇരിക്കുന്നു, എങ്കിൽ നല്ല ജോലി കിട്ടുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നമ്മുടെ ആവശ്യങ്ങളാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുക, കർത്താവിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കുക. നമ്മുടെ ബൈബിള് നമ്മുടെ പരിപൂർണമായ സന്തോഷവും സമാധാനവും ഐക്യവും സംതൃപ്തിയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ആ ചിന്ത ഉണ്ടായിരിക്കണം. നമ്മുടെ ബൈബിളാണ് നമ്മുടെ എല്ലാം എന്ന് ചിന്തിക്കുന്ന ആ സെക്കൻഡ് നിമിഷം ആ ബൈബിളിലെ വചനം യേശുവാണ്. അത് അത് നമ്മുടെ ആത്മാവിലേക്ക് തുളച്ച് കയറുന്ന ആ സെക്കൻഡ് നമ്മുടെ ജീവിതം മാറി മറിയാണ്. നമ്മൾ പൂർണ്ണ സംതൃപ്തരാകും. നമുക്ക് എന്താണോ ആവശ്യം അതെല്ലാം യേശുപ്പൻ നമുക്ക് തന്നിരിക്കും. സങ്കടപ്പെടരുത്. കൃത്യസമയത്ത് തന്നെ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ ഇടപെട്ടിരിക്കും. നല്ല ജോലി, നല്ല സമാധാനം, നല്ല വചനം, നല്ല ജീവിതം എല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കും. നമുക്ക് എന്താണോ ആവശ്യം, എന്താണോ നമുക്ക് വേണ്ടത്, നമ്മുടെ ആരോഗ്യം, നല്ല മനസ്സ് എല്ലാം ഇന്ന് ജീവിക്കുന്നവനായ ദൈവം നമുക്ക് തന്നിരിക്കും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുരക്തത്താൽ ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കപ്പെടും. അപ്പം അവർക്ക് വേണ്ട സമ്പൽ സമൃദ്ധി, സമാധാനം, രോഗസൗഖ്യം എല്ലാം കർത്താവെ അവിടുത്തെ ബൈബിളിലേക്ക് ചേർത്ത് വെക്കുന്നു. അപ്പൊ ആ സങ്കീർത്തനം 91 അധ്യായത്തിൽ അങ്ങയുടെ സുരക്ഷിതമായ കരങ്ങളിലുണ്ടല്ലോ. ആ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, കൃപാലയം ഭവനത്തെയും ഈ ലോകം മുഴുവനെയും അപ്പ അവിടത്തേക്ക് ചേർത്ത് വെക്കുന്നു. ഇന്ന് ഈ നിമിഷം അങ്ങയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും അപ്പ ഇതാരൊക്കെ കേൾക്കുന്നു അവിടെയെല്ലാം യേശുവിൻ്റെ പ്രകാശം, അവിടുത്തെ ജീവിതം അപ്പ അവിടേക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു പിതാവേ. ഒരു നിമിഷം പോലും അങ്ങ് മാറി നിൽക്കല്ലേ തമ്പുരാനെ. അങ്ങ് കൂടെയുള്ളതിനാൽ ഞങ്ങളെ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ടതല്ലോ. എങ്കിൽ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങ് അനുഗ്രഹിക്കുന്നതേ ഓർത്ത് നന്ദി പറയുന്നു പിതാവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തെ സ്തുതിയായിരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.